ഹലോ ഗൈസ്, സ്നേഹക്കുട്ടൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഋതു ഇന്ദ്രജിത്ത് കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് രാവിലെ തന്നെ അമ്മായിമ്മയുടെ മുന്നിൽ വരികയാട്ടോ. എന്നിട്ട് അമ്മായിമ്മയായിട്ട് ഒരു ഗുസ്തി തന്നെ പിടിക്കുന്നുണ്ട്. അമ്മായിമ്മ പറയുന്നതിനൊക്കെ മറുതല നമ്മുടെ ഋതു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അമ്മായിമ്മയോട് പറയുന്നുണ്ട്, അമ്മായിമ്മ പോരൊക്കെ മറന്നത് അമ്മ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് എല്ലാത്തിനും നല്ല കിടിലൻ കിടിലൻ ഡയലോഗ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അമ്മ നമ്മുടെ രാജലക്ഷ്മി പറയുന്നുണ്ട്, ഓ ഇപ്പൊ വന്നവരും നിന്നവരൊക്കെ ഒന്നായിട്ട് ഇപ്പൊ നമ്മുടെ നെഞ്ചത്തേക്കായോ കയറ്റം എന്നൊക്കെ പറയുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ഋതു ഒരു ഗിഫ്റ്റ് ബോക്സ് നമ്മുടെ അമ്മായിയമ്മയോട് തുറക്കാൻ പറയുന്നുണ്ട്. അത് തുറക്കുമ്പോൾ അതിൽ മറ്റേ ബോക്സിങ്ങിന്റെ കൈയായിരിക്കോട്ടോ. അറ്റയടി നമ്മുടെ രാജലക്ഷ്മിയുടെ മൂക്കിനിട്ട് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ അമ്മ ഇങ്ങനെ നമ്മുടെ രാജലക്ഷ്മി പറയുന്നുണ്ട്, ഇത് ഇവളുടെ വീട്ടുകാരും കൂടി മനഃപൂർവ്വം എനിക്കിട്ട് തന്ന എട്ടിന്റെ പണിയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഒച്ചപ്പാടൊക്കെ എടുക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ പല്ലവി നമ്മുടെ സേതുവിനോട് പറയുന്നുണ്ട്, സേതുവേട്ടൻ വിഷമിക്കണ്ട, ശരിക്കും പറഞ്ഞാൽ ഇന്ദ്രജിത്തിനും അവന്റെ അമ്മയ്ക്കുമാണ് ഇപ്പൊ എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത് എന്ന് പറയുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ശരിയാണല്ലേ. നമ്മുടെ ഋതു അങ്ങനെ വിട്ടുകൊടുക്കാത്ത ആളായത് കൊണ്ട് തന്നെ നമ്മുടെ പല്ലവി പറഞ്ഞത് തന്നെയാണ് സത്യം. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഋതു ഉണ്ടല്ലോ, നമ്മുടെ ഇന്ദ്രിയത്തിനെ മാറ്റി നിർത്തിയിട്ട് ഈ വീട് മാറാൻ ജിത്ത് എത്രയും പെട്ടെന്ന് നോക്കിക്കോ, വേറെ വീട് വേഗം തന്നെ നോക്കിക്കോ എന്ന് പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ ഇന്ദ്രിയത്ത് ആകെ പെട്ടു എന്ന് തന്നെ പറയാം അല്ലെ. കാത്തിരുന്നതിനെ കാണാട്ടോ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.